എല്ലാവരും മോഹൻലാല്, മമ്മൂട്ടി, ശോഭന, മഞ്ജു വാര്യര്, ഊർവശി, തിലോത്തമ്മയായിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്. കാണാൻ കൊള്ളാവുന്നവര് കാണും, കാണാൻ കൊള്ളില്ലാത്തവര് കാണും. അഭിനയിക്കാൻ ഉള്ള കഴിവ് വെച്ചിട്ട് അവരെന്തിനു ചെയ്യണം? എന്തിനീ ക്രിമി കടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോസിന് പോയി മൈനസ് കമന്റ് ഇടാൻ പോകുന്നത്? എന്റെ അക്കൗണ്ടിൽ കയറി ആര് മൈനസ് കമന്റ് ഇട്ടാലും ഞാൻ അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒറ്റ വീഡിയോസ് കാണില്ല, അല്ലെങ്കിൽ ഇട്ടേക്കണ വീഡിയോസിന് ഒറ്റ വ്യൂസ് കാണില്ല. ഇതിപ്പോ എനിക്ക് ഒരു വ്യൂസേ കിട്ടുള്ളൂ. ഞാനതുകൊണ്ട് ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ കാണണ്ട, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പൊക്കോ, നിങ്ങളുടെ നമ്പർ എനിക്ക് വേണ്ട, കാര്യം തീർന്നില്ലേ? എന്റെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോ ഒന്നും ഒരുപാട് വീഡിയോസ് ഇടുന്ന ആൾക്കാരല്ല. അപ്പൊ അവരെന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് അടിച്ചില്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് എന്തെല്ലാം വിഷമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഇടയ്ക്കായിരിക്കും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. ഓരോ പെണ്ണുങ്ങളുടെ വീഡിയോസിന്റെ താഴെ നിങ്ങളുടെ ഭർത്താവ് കാണുന്നില്ലേ, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ലേ, നിങ്ങക്ക് നാണയില്ലേ? എന്തിനാ നാണിക്കണേ? നാണിക്കേണ്ട വീഡിയോസ് ചെയ്യുന്നവര് വേറെയുണ്ട്, അത് അവരോട് പറയണം. അവർക്ക് നാണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്ര നാണം? ഞാനൊരു വീഡിയോസ് ചെയ്തിട്ട് അതിന് ഒത്തിരിയൊന്നും ഇല്ല, 11K വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ വന്നിട്ട് ശോകം എന്നിട്ടു. അപ്പൊ ഞാൻ അപ്പൊ ഇവര് വലിയ പാർട്ടീസ് ആയിരിക്കും. അപ്പൊ ഞാൻ അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കി കഴിഞ്ഞപ്പോ എന്താ 60, 70, 100, ആകെ കൂടുതൽ ഇട്ടേക്കണ 600 വ്യൂസാണ്. അവരാണ് ഇവിടെ വന്ന് ഈ വിധിക്കണത്. അവർക്കിത് ചെയ്യാമല്ലോ. അവർക്ക് വ്യൂസ് കിട്ടാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അല്ലല്ലോ. എന്തിനാ വെറുതെ? എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ അവരുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് അയ്യോ കരച്ചിൽ വരുന്നു എന്ന് എഴുതുന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു വേണ്ട, ഞാൻ അവരെ പോലെ ആയിക്കൂടല്ലോ. ഞാൻ എഴുതി വളരെ നല്ല കഴിവുകളുണ്ട്, ഇതിനെ തുടരുക, ദൈവത്തെ ഓർത്ത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ കയറി മൈനസ് കമന്റ് ഇടാൻ വരാതിരിക്കുക, ഇത്രയും എഴുതി. അപ്പൊ അവര് താങ്ക് യു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവർക്കത് സന്തോഷമായി. ഞാൻ പരമാവധി ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെ മനസ്സ് വിഷമിപ്പിക്കാനോ നോക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്റെ വീഡിയോസ് ഇഷ്ടമല്ലാത്തൊരു കാണുകയേ വേണ്ട, നിങ്ങൾ എന്റെ പാട്ട് കേൾക്കുകയേ വേണ്ട, നിങ്ങൾ എന്റെ ഷോർട്സ് വീഡിയോ കാണുകയേ വേണ്ട. പക്ഷെ ഉപദ്രവിക്കരുത് പ്ലീസ്.